തീർച്ചയായും യു ഡി എഫിനെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. തിരക്കിട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം. ആ നിലയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് നേരത്തെ തന്നെ, അതായത് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു, ഒപ്പം തന്നെ ഈ പ്രചാരണത്തിൽ മുന്നേറ്റം നടത്താൻ കഴിയുന്നു. ആ നിലയ്ക്ക് ഒരു മുൻതൂക്കം ഈ മണ്ഡലത്തിൽ എടുക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇന്ന് രാത്രിയോട് കൂടി ഏതാണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാകുമെന്നതിലൊരു അന്തിമ രൂപമാകും. നാളെ പ്രഖ്യാപിക്കാനാണ് എൽ ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ സി പി എം നേതൃത്വം ലക്ഷ്യമിടുന്നത്. ആ നിലയ്ക്ക് സി പി എം സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടി വരുന്നതോടുകൂടി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് അത് പൊടി പിടിക്കും. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടം പൊടി പിടിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തിരക്കിട്ട പ്രചാരണത്തിലാണ്, വിശ്രമമില്ലാത്ത പ്രചാരണമെന്ന് തന്നെ പറയാം. ആ നിലയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്നു, പ്രമുഖരെ കാണുന്നു, പരമാവധി വോട്ടർമാരെ ഇപ്പോൾ തന്നെ നേരിട്ട് കാണുന്നു. ഒപ്പം തന്നെ ഇതിനിടെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ, പഞ്ചായത്ത് തല കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 4-5 പഞ്ചായത്തുകളിൽ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുണ്ട്. ചുങ്കത്തറ പഞ്ചായത്തിലുണ്ട്, പോത്തുക്കൽ പഞ്ചായത്തിലുണ്ട്, വഴിക്കടവ് പഞ്ചായത്തിലുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫിൻ്റെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ നിലയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്നതോടൊപ്പം, പ്രമുഖരെ കാണുന്നതോടൊപ്പം ഈ തരത്തിൽ പരമാവധി വോട്ടർമാരെ, പ്രവർത്തകരെല്ലാം കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ഇതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യം ബാക്കിയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴും നേരത്തെ മത്സരിച്ചവർ വേണോ, പൊതുസ്വതന്ത്രർ വേണോ, അല്ല പാർട്ടി ചിഹ്നത്തിൽ വേണോ എന്നതടക്കമുള്ള ചർച്ചകളുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്ത് വലിയ തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു, അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്ന അഭിപ്രായം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. അപ്പം തന്നെ പൊതുസ്വതന്ത്രനെ പിടിച്ച് വെച്ച് മണ്ഡലം, നേരത്തെ പി വി അൻവറിനെ മത്സരിപ്പിച്ചതുപോലെ പൊതുസ്വതന്ത്രനെ വെച്ച് മണ്ഡലം നിലനിർത്തണമെന്ന ആവശ്യക്കാരുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് സി പി എം ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള, ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംബന്ധിച്ചുള്ള പരിഗണനകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ എം സ്വരാജിൻ്റേതടക്കമുള്ള പേരുകളുണ്ട്. ഒപ്പം തന്നെയാണ് നേരത്തെ മത്സരിച്ച 2 തവണ സി പി എമ്മിനായി അല്ലെങ്കിൽ എൽ ഡി എഫിനായി മത്സരിച്ച തോമസ് മാത്യു അല്ലെങ്കിൽ ഷെറോണ റോയ്, ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പി ഷബീർ അടക്കമുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. സി പി എമ്മും അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് രാത്രിയോട് കൂടി നേതൃത്വം ഒരു അന്തിമ ധാരണയിലേക്ക് എത്തി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കളം ചൂട് പിടിക്കും. ഇതോടൊപ്പം തന്നെയാണ് എൻ ഡി എ മത്സരിക്കുമോ അല്ലെങ്കിൽ ബി ജെ പി മത്സരിക്കുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല, അവ്യക്തത തുടരുകയാണ്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് എൻ ഡി എ പറയുന്നത്. ബി ഡി ജെ എസ് നേതൃത്വവും അക്കാര്യത്തിൽ അത്തരമൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് 3 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ, 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ, അതല്ല എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ടുള്ള പോരാട്ടമാകുമോ മണ്ഡലത്തിൽ എന്നതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ മുൻതൂക്കം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഒപ്പം തന്നെ പ്രചാരണ പ്രവർത്തനത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെയാണ് ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യു ഡി എഫിന് ചെറിയ തരത്തിൽ അലട്ടിലുണ്ടാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് ചെറിയ തരത്തിൽ ഈ പ്രചാരണ ഘട്ടത്തിലും ചെറിയ തരത്തിലൊരു വെല്ലുവിളിയാകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽക്ക് തന്നെ ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പരിഹരിച്ചായിരിക്കും യു ഡി എഫ് വളരെ വേഗം മുന്നോട്ട് പോവുക. ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് ക്യാമ്പ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ഒരു സംഘടിതമായി അല്ലെങ്കിൽ നേതൃത്വം ഒരു സംഘടിതമായി മുന്നോട്ട് പോയി ആ നിലയ്ക്കുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ ശ്രമം തന്നെയാണ് അല്ലെങ്കിൽ ആ തന്ത്രം തന്നെയാണ് നിലമ്പൂരിലും യു ഡി എഫ് പയറ്റുന്നത്.